ആദ്യേ പിന്നെ പണ്ട് കാലത്തെ ഒരു 65 വർഷത്തിന് മുമ്പുള്ള ഒരു കാര്യം നിന്നോട് പറയുന്നത് കഥയൊന്നുമല്ല, നടന്ന കാര്യങ്ങളാണ്. അത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഈ മഴ പെയ്യുമ്പോഴൊക്കെ നമ്മൾ മുറ്റത്ത് നോക്കിയിട്ടൊക്കെ ഇങ്ങനെ മഴ കാണാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്നില്ലേ. ഞങ്ങളുടെ അവിടെ വലിയൊരു പുഴയുണ്ടായിരുന്നു. പുഴ എന്ന് പറഞ്ഞാൽ പമ്പയാർ എന്നാണ് അതിന് പറയുന്നത്. ചെങ്ങന്നൂരിനടുത്ത് പിന്നെ പാണ്ടനാടെന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഞങ്ങളുടെ നാട് അതായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ പമ്പയാർ എന്ന് പറഞ്ഞ ആറിൻ്റെ തീരത്ത് ആണ് ഞങ്ങളൊക്കെ താമസിച്ചിരുന്നത്. അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെയൊക്കെ പ്രായത്തിൽ ഞങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ആസ്വദിച്ച കൂട്ടത്തിലാണ്. വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങൾ പുഴയിൽ പോകും. എന്നിട്ട് ഞങ്ങൾ വെള്ളം എവിടെയാണ് കിടക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ അവിടെ കമ്പ് കുത്തി വയ്ക്കും. കമ്പ് കുത്തി വെച്ചിട്ട് നമ്മൾ വരും. രാത്രിയാകുമ്പം പിന്നെ ഡാമുകൾ തുറന്നു വിടും. തുറന്നു വിട്ട് കഴിയുമ്പോഴത്തേക്കും ഈ വെള്ളം മുഴുവൻ പാഞ്ഞ് വന്നിട്ട് നമ്മൾ കിടക്കുന്ന, ചിലപ്പോൾ നമ്മൾ രാത്രിയാകുമ്പോൾ നമ്മൾ വെള്ളത്തിലായിരിക്കും കിടക്കുന്നത്. നമുക്ക് രസമാണ്. കൊച്ചു പിള്ളേരാകുമ്പോൾ ഒക്കെ നല്ല രസമാണ്. ഈ വെള്ളത്തിൽ ഇങ്ങനെ കിടന്ന് നേരം വെളുത്ത് നമ്മൾ എഴുന്നേറ്റ് നമ്മൾ പിന്നെ പോകുന്നത് വാഴ വെട്ടിക്കൊണ്ട് വന്നിട്ട് വാഴയുടെ കുറച്ച് നീളത്തിൽ നമ്മൾ കഷ്ണങ്ങളാക്കിയിട്ട് ആപ്പടിച്ച് കയറ്റും, വെറുതെ കമ്പടിച്ച് കയറ്റും. എന്നിട്ട് ചെങ്ങാടം പോലെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ചെങ്ങാടവും കുത്തിയിട്ട് വെള്ളത്തിൽ കൂടെ മുറ്റത്തൂടെ എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെ തന്നെ ഇരുന്നിട്ട് സാധിക്കും. അപ്പോൾ എന്നിട്ട് ഞങ്ങൾ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ചൂണ്ടലുണ്ടാക്കും. ചൂണ്ടൽ തീറ്റ് അതുകൊണ്ട് നമ്മൾ പോവും. പിന്നെ അന്നേരം ഭയങ്കര വെള്ളം ഇങ്ങനെ വരുമ്പോൾ ഉണ്ടല്ലോ, തേങ്ങ ഒഴുകി വരും, ചേന ഒഴുകി വരും, വിറക് ഒഴുകി വരും, പുളിയുണ്ടല്ലോ, കുടംപുളി, പഴുത്ത കുടംപുളിയൊക്കെ ഒഴുകി വരും. ഇതെല്ലാം നമ്മൾ പിടിച്ചിട്ട് നമ്മൾ ഈ ചെങ്ങാടത്തിൽ ഇടും. ഇട്ട് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ചൂണ്ടലിടും. അങ്ങനെ നമ്മൾ ഒരുപാട് സ്ഥലത്ത് നമ്മളിങ്ങനെ നടക്കും. അതൊരു ഭയങ്കര രസമുള്ള കാര്യം. വലിയ വെള്ളപ്പൊക്കം വന്ന് കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ നമുക്കവിടെ നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ അവിടെ അടുത്ത ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിലേക്ക് ആൾക്കാർ വള്ളവും കൊണ്ട് വന്നിട്ട് നമ്മളെ നമ്മുടെ വീട്ടിലുള്ള പിന്നെ കോഴിയോ ആടോ പശുവോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം കയറ്റിക്കൊണ്ട് നമ്മളെ പോകും. നമ്മുടെ സാധനങ്ങൾ എടുത്തിട്ട് അവിടെ പോയിട്ട് 5-10 ദിവസമൊക്കെ നമ്മൾ അവിടെ നിൽക്കും. പിന്നെ വേറെ വലിയൊരു നായന്മാരുടെ വീടുണ്ട്, വലിയ തറവാട്ടുകാരാണ്. അവരുടെ വീട്ടിലും ആൾക്കാരെ താമസിപ്പിക്കും. പിന്നിപ്പം ചില സ്ഥലങ്ങളിലൊക്കെ ഓരോരുത്തരെ പിന്നെ കൊണ്ടുപോയിട്ട് താമസിപ്പിക്കുന്ന വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ, ഇവിടെ 2018 ഒരു വെള്ളപ്പൊക്കം വന്നു. ആ വെള്ളപ്പൊക്കത്തിന് എല്ലാവരും കെട്ടിയിട്ട് വേറെ ഓരോ സ്ഥലത്ത് ദുരിതാശ്വാസ സ്ഥലം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അങ്ങനെയൊക്കെ കൊണ്ടുപോയിട്ട് താമസിപ്പിക്കുന്നില്ല. എന്ന പോലെ അന്നത്തെ കാലത്ത് ഞങ്ങൾ അങ്ങനെയെല്ലാം നടന്നു കൂട്ടും. അതൊക്കെ ഭയങ്കര രസമാണ്. അന്ന് നമുക്ക് പേടിയൊന്നുമില്ല. നമ്മളിങ്ങനെ നടക്കുകയാണ്, നമ്മളിതുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. മീനൊക്കെ പിടിക്കാൻ എന്തോ ഒരു രസമാണെന്നറിയാം. അത് അവിടെ വെച്ച് തന്നെ പാചകം ചെയ്യുക. ഭയങ്കര രസമുള്ള ഒരു കാലമായിരുന്നു. ഇന്നൊന്നും നിങ്ങൾക്കത് കാണാനേ കിട്ടുന്നില്ല. ഇന്നൊക്കെ ഒരു മഴയൊക്കെ അല്ലേ കാണുന്നത്. പിന്നെ എവിടെയെങ്കിലും ഒരു ചെറിയ വെള്ളപ്പൊക്കം എന്ന് പറയാൻ പറ്റില്ല, ആൾക്കാരെ മാറ്റി പാർപ്പിക്കുന്ന ഒരു സംഭവങ്ങളൊന്നും അധികം നമ്മുടെ ഇവിടെ കാണാനില്ല. വേറെ ചില താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ അങ്ങനെയൊക്കെ കാണാനുണ്ട്. അതൊക്കെ ഒരു നല്ല ഒരു ഇതായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പം എനിക്ക് അത് കാണണമെന്ന് തോന്നുന്നുണ്ട്. ഇല്ലേ? അയ്യോ, ഞങ്ങൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്നും വെള്ളപ്പൊക്കം ആകണമെന്ന് ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നത്. എല്ലാവരും കിട്ടും ഇഷ്ടംപോലെ. അതുപോലെ തന്നെ നമുക്ക് ആഹ്ലാദിച്ച് നടക്കുകയും ചെയ്യുക. എല്ലാ സംഭവങ്ങളും വന്നിട്ട് ഞങ്ങൾ ഒരുപാട് കണ്ടു കേട്ട് അനുഭവിച്ച കൂട്ടത്തിലാണ് പോകുന്നത്. ആ ഒരു കാലം ഒരു വല്ലാത്ത കാലം തന്നെയായിരുന്നു. രസം. ഇന്ന് നമ്മളിങ്ങനെ മഴ കാത്തിരിക്കുന്നു, കുറച്ച് മഴ പെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം അതാണ് കഥ. നിനക്കറിയില്ലല്ലോ, അത് കാരണം നമ്മൾ പറഞ്ഞതാണ്.